ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത് ഹാവ് ആൻഡ് ഹാസ് എന്ന ഈ രണ്ട് വേർഡുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇത് ഒരേ മീനിങ് ആണെങ്കിൽ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസുകൾ ഫോം ചെയ്യുമ്പോൾ ചില സെൻറ്റൻസിൽ ഹാവും ചില സെൻറ്റൻസിൽ ഹാസും യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഹാവും ഹാസും യൂസ് ചെയ്യുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ ഇതും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കാം, അപ്പോൾ ക്ലാരിറ്റി കിട്ടും. അവൾ അവളുടെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഇവിടെ രണ്ട് സെന്റൻസിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഹാവും ഹാസും ഒരേ മീനിങ് ആണ്, ഉണ്ട്. ജസ്റ്റ് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. മലയാളത്തിൽ ഇവിടെ ഞാൻ അവൾ എന്നുള്ള ഡിഫറൻസ് ഈ സെന്റൻസ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലാണ്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്, അവൾ അവളുടെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വന്നപ്പോൾ ഐ ഹാവ് എന്നും ഷീ ഹാസ് എന്നുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. ഐ, ദേ, വി ആൻഡ് യു, ഈ നാല് കാര്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാവ് യൂസ് ചെയ്യും. എന്നാൽ ഷീ, ഹി, ആരുടെയെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഇറ്റ്, ഈ നാല് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഹാസുമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് വരുന്നത്. ഹാവും ഹാസും യൂസ് ചെയ്യാനുള്ള ഡിഫറൻസ് അതാണ് വരുന്നത്. അടുത്ത ഒരു സെന്റൻസ് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അവർ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ ടു ചെന്നൈ. അടുത്ത സെന്റൻസ് അവൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അത് വരുമ്പോൾ ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. ഇത് ഇവിടെയും സെന്റൻസ് വന്നപ്പോൾ അവർ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്, അവൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകും. അവരെന്നും അവരെന്നും ഉള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് വന്നപ്പോൾ അവരുടെ കൂടെ ദേയുടെ കൂടെ ഹാവും ഹീയുടെ കൂടെ അവൻ എന്ന് പറയുമ്പോൾ ഹാസുമാണ് വന്നിരിക്കുന്നത്. ദേ ഹാവ് ഗോൺ ടു ചെന്നൈ, ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐയുടെ കൂടെ ദേയുടെ കൂടെ വിയുടെ കൂടെ യുവിന്റെ കൂടെ ഹാവാണ് ചേരുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും ദേ ഹാവ് ഗോൺ ടു ചെന്നൈ എന്ന് വന്നിരിക്കുന്നത്. എന്നാൽ അവൻ എന്ന് വന്നപ്പോൾ ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. അവൻ എന്ന ഹി വന്നപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ ഹാവും ഹാസും ചേർത്ത് സംസാരിക്കേണ്ടി വരുമ്പോൾ ഏത് വാക്ക് പറയുമ്പോഴാണ് അവിടെ ഹാവ് ചേരേണ്ടതെന്നും എങ്ങനെയാണ് ഹാസ് ചേർത്ത് സെന്റൻസ് ഫോം ചെയ്യേണ്ടതെന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ വരുള്ളൂ. നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കിയിരുന്നാൽ സെന്റൻസുകൾ ഫോം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അവർ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ ടു ചെന്നൈ. അവൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. ഇവിടെ ഞാൻ സെന്റൻസുകൾ കൂടുതൽ പറയുന്നത് ഓരോ സെന്റൻസിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഓരോ വേർഡും വരുമ്പോൾ അതിലൂടെ സെന്റൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഐ, ദേ, വി, യു, ഇതിന്റെ ഒക്കെ കൂടെ ഓരോ സെന്റൻസുകൾ എക്സാമ്പിൾ ആയിട്ട് തരികയാണ്. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അടുത്ത ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഞങ്ങൾ പുതിയ സിനിമ ഇതിനകം കണ്ടിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ വി ഹാവ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി. ഒരു സെന്റൻസോട് നോക്കാം. ജെറി പുതിയ സിനിമ ഇതിനകം കണ്ടിട്ടുണ്ട്. ജെറി ഹാസ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി. ഇവിടെ ഞങ്ങൾ എന്നുള്ളതും ജെറി എന്നുള്ള ഡിഫറൻസ് ആണ്. ബാക്കി സെന്റൻസ് ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ വി ഹാവ്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി, അതിൻ്റെ കൂടെ ഹാവും, ജെറി എന്ന ഒരാളുടെ പേരാണ്, അതിൻ്റെ കൂടെ ഹാസുമാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഒരാളുടെ പേര് ഇവിടെ ചേർക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തത്. വി ഹാവ് ആൻഡ് ജെറി ഹാസ്. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. വിയുടെ കൂടെ ഹാവും ജെറിയുടെ കൂടെ ഹാസുമാണ് വന്നേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഐ വന്നാലും ഐ ഹാവ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി എന്ന് വരും. ഹി വരുവാണെങ്കിൽ ഹി ഹാസ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി എന്ന് വരും. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പുതിയ സിനിമ ഇതിനകം കണ്ടിട്ടുണ്ട്. ഓൾറെഡി എന്ന് വെച്ചാൽ ഇതിനകം. വി ഹാവ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി. ജെറി ഹാസ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെന്റൻസ്, നീ നന്നായി മാർക്ക് നേടിയിട്ടുണ്ട്.
അത് വരുമ്പോൾ യു ഹാവ് സ്കോർഡ് വെൽ. അടുത്തത് അതിന്റെ സ്വന്തം പ്രാധാന്യമുണ്ട്. അവിടെ ഇറ്റ് ചേർത്താണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. യുവിൻ്റെ കൂടെ ഹാവും ഇറ്റിൻ്റെ കൂടെ ഹാസുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഹാവും ഹാസും യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുന്നതെന്നും ഇത്രയും സെന്റൻസിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെന്റൻസുകൾ കൂടെ ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹാവും ഹാസും കഴിയുമ്പോൾ നമ്മൾ വേർബിന്റെ, അതായത് നമ്മൾ എന്താണോ ഇവിടെ വേർബ് യൂസ് ചെയ്യുന്നത് അതിന്റെ മൂന്നാമത്തെ ഫോമാണ് വരുന്നത്. ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് ആദ്യത്തിനകത്ത് ഫിനിഷ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. അതുപോലെ ഗോൺ എന്ന് വന്നിരിക്കുന്നു. ഗോ, വെന്റ്, ഗോൺ, അതായത് മൂന്നാമത്തെ ഫോം. അതുപോലെ അടുത്തത് വി ഹാവ് ഓൾറെഡി സീൻ എന്ന് വന്നത് സീ, സോ, സീൻ. ഇങ്ങനെയാണ് എപ്പോൾ നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്താൽ അതിൻ്റെ കൂടെ വേർബിന്റെ മൂന്നാമത്തെ ഫോം വരിക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. അത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും വരത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന് വേറെ മീനിങ്സും ഉണ്ട്. അതുകൊണ്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ചെറിയ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. താങ്ക് യു.